സുഹൃത്തുക്കളെ, നമുക്ക് നല്ല അടിപൊളി ഒരു പരിഞ്ഞൂലപ്പം ഉണ്ടാക്കാം. അതിനുവേണ്ടി 1/2 കിലോ മത്തിയുടെ പരിഞ്ഞൂലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് ചേർക്കാനായിട്ട് കുറച്ച് തേങ്ങ, കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത്, ഒരു പച്ചമുളക്, ഒരു മുട്ട, ഇത്ര സാധനങ്ങളാണ് ചേർക്കുന്നത്. ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ശകല ഉപ്പ് നീരൊഴിക്കാം. തേങ്ങാപ്പീര ചേർക്കാം. ചുവന്നുള്ളി ചേർക്കാം. പച്ചമുളക് ചേർക്കാം. കറിവേപ്പില വേണം, അത് രാത്രിയായിട്ട് പറിക്കാൻ പോകാൻ വയ്യ, അതുകൊണ്ടാണ്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന പെരിഞ്ഞൂല് ചേർക്കാം. എല്ലാം കൂടി ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഒരു മുട്ട ചേർത്തിട്ടൊന്നും റെഡി ആകുന്നില്ല, നമുക്കിപ്പോൾ ഒരു മുട്ടയും കൂടെ ചേർക്കാം. ഒന്നുകൂട്ടൊന്ന് ഇളക്കട്ടെ. ഒരു പാനൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ചേർക്കാം. എല്ലാം ചേർത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു വെക്കാം. അടച്ച് ഈ പെരിഞ്ഞൂലൊക്കെ ഉള്ളതുകൊണ്ടൊന്ന് വേകണമല്ലോ. ഒരു വശമൊക്കെ കുറച്ച് മൂത്ത് വരുന്നുണ്ട്. നമുക്ക് മുകളിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് ഇച്ചിരി വേഗണം, ഇച്ചിരി നേരം ഇരുന്നേ. തീ കുറച്ചാണ് വെച്ചേക്കുന്നത്. ഒന്നും കൂടെ മൂടി വെച്ചിട്ടുണ്ടെന്ന് വേകട്ടെ. ഒരു വശം മറിച്ചിട്ടിട്ടുണ്ട്, ഒരു വശം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഇത് ഇച്ചിരി വേകേണ്ട സാധനമാണ്. നമുക്കിനി ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇപ്പൊ 2 വശം മൂത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് എടുക്കാം. ഉണ്ടോ, നല്ല അടിപൊളിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ പരിഞ്ഞൂലപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോയ്ക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.